പ്രിയമുള്ളവരെ, പശ്ചിമേഷ്യയിലെ സംഭവഗതികൾ വിശകലനം ചെയ്യുമ്പോൾ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ടെൽ അവീവിൽ പ്രത്യക്ഷപ്പെട്ടതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാധ്യമ വിശകലനം അനുസരിച്ച് ഇറാനെ അമേരിക്ക ആക്രമിക്കുന്നതിൻ്റെ അവസാന മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് യുദ്ധവിമാനങ്ങൾ ടെൽ അവീവിൽ എത്തിയതാണ്. അതായത് ഒരുപക്ഷെ മണിക്കൂറുകൾക്കകമോ ദിവസങ്ങൾക്കകമോ ഇറാൻ അമേരിക്കയിൽ ആക്രമിക്കപ്പെട്ടേക്കാം എന്നൊരു സ്ഥിതിവിശേഷത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരു സംഭവ വികാസമായിട്ടാണ് ടെൽ അവീവിൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ കണ്ടെത്തിയതായി മാധ്യമ വിശകലനം വരുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള ചില നടപടിക്രമങ്ങൾക്ക് വേണ്ടിയായിരിക്കാം എത്തിയിട്ടുള്ളത് എന്ന വിശകലനമാണ് പുറത്തു വരുന്നത്. മറ്റൊന്ന്, ഇറാൻ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖൊമനയുടെ ഒരു പ്രസ്താവനയാണ്. അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ അദ്ദേഹത്തിൻ്റെ ഉപദേശകർക്ക് ഇറാനിൽ പരിമിതമായ ഒരു ആക്രമണം നടത്തിയാൽ മതി എന്ന രീതിയിൽ ഉപദേശം നൽകിയിരുന്നു എന്ന വാർത്തകൾ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിന് ഒരു പ്രതിപ്രസ്താവന എന്ന രീതിയിലാണ് ഇപ്പോൾ ആയത്തുള്ള അലി ഖൊമനയുടെ പ്രസ്താവന വരുന്നത്. അദ്ദേഹം പറയുന്നത്, പ്രതീകാത്മകമായാലും ആക്രമണമായി കണക്കാക്കും, അത് ആക്രമമായി കണക്കാക്കും, അതിക്രൂരമായിട്ടായിരിക്കും ഇറാൻ പ്രതികാരം ചെയ്യുക എന്നതാണ്. അതായത് പ്രതീകാത്മകമായ ആക്രമണമാണെങ്കിലും ഇറാൻ അത് ക്രൂരമായ ഒരു കടന്നുകയറ്റമായി കണക്കാക്കി അമേരിക്കക്കെതിരെ ക്രൂരമായ രീതിയിൽ പ്രത്യാക്രമണം നടത്തും എന്ന ഒരു പ്രഖ്യാപനം ആയത്തുള്ള അലി ഖൊമനയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. മറ്റൊന്ന്, ഇറാനിയൻ സൈന്യത്തിൻ്റെ കമാൻഡർ അമീർ തഹാനിയുടെ ഒരു പ്രസ്താവനയാണ്. അദ്ദേഹം പറയുന്നത്, ഇറാൻ നേരിടുന്നത് വെറും സൈനികമായ ഒരു യുദ്ധം മാത്രമല്ല, രാഷ്ട്രീയ, സാമ്പത്തിക, ശാസ്ത്ര, വിവരസാങ്കേതിക രംഗങ്ങളിലൊക്കെയും ഇറാനെ തകർക്കുവാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ ഉണ്ടാകുന്നു. അതിനെയൊക്കെയും അതിജീവിക്കേണ്ട ഒരു രീതിയിലേക്ക് ഇറാൻ വളർന്നു കഴിഞ്ഞു എന്ന ഒരു പ്രസ്താവന ഇറാൻ്റെ സൈന്യ കമാൻഡറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട വാർത്ത വരുന്നത് റോയിട്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണ്. റോയിട്ടേഴ്സിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് അമേരിക്കൻ എംബസിയിലെ ബെയ്റൂട്ടിലെ, അതായത് ലെബനനിലെ അമേരിക്കൻ എംബസിയിലെ ജീവനക്കാർക്കും കുടുംബാംഗങ്ങൾക്കും അമേരിക്കൻ ഗവൺമെൻറ് നിർദ്ദേശം നൽകിയിരിക്കുന്നു, അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുത് എന്ന്. മറ്റൊരു പ്രസ്താവന ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നാണ്. ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്, നാളെ എന്ത് സംഭവിക്കും എന്ന് പറയുക സാധ്യമല്ല, പക്ഷേ എല്ലാ സാഹചര്യങ്ങളും തരണം ചെയ്യുവാൻ ഇസ്രായേൽ സന്നദ്ധമാണ്. ഇറാൻ ഏതെങ്കിലും കാരണവശാൽ ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ അവർ ചെയ്യുന്നത് ചരിത്രപരമായ മണ്ടത്തരമായിരിക്കും. അവർക്ക് സങ്കല്പിക്കുവാൻ പോലും വയ്യാത്ത രീതിയിൽ ഇസ്രായേൽ ഇറാനെ തിരിച്ചടിക്കും, ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചാൽ എന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രസ്താവന ഉണ്ടാകുന്നു. അതായത് പ്രസ്താവന യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇറാൻ്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖൊമന ആയാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയാലും ഒപ്പം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രസ്താവന യുദ്ധങ്ങളിലൂടെ ഏറ്റുമുട്ടുന്നു എന്ന ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഈ പ്രസ്താവന യുദ്ധത്തിലേക്ക് പുതുതായി കടന്നു വരുന്ന ഒരാൾ എന്ന് വെച്ചാൽ ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉണ്ണാണ്. അദ്ദേഹം പറയുന്നത്, ഇസ്രായേൽ ഒരു രാജ്യമല്ല, മറിച്ച് അമേരിക്ക പിന്തുണയ്ക്കുന്ന ഒരു തീവ്രവാദ പദ്ധതിയാണെന്നാണ്. കുറച്ചുകൂടി യാഥാർത്ഥ്യബോധമുള്ള ഒരു പ്രസ്താവനയാണ് ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഊണിൻ്റേത് എന്നതാണ് വ്യക്തം. ഇസ്രായേൽ ഒരു രാജ്യമല്ല, മറിച്ച് അമേരിക്ക പിന്തുണയ്ക്കുന്ന ഒരു തീവ്രവാദ പദ്ധതിയാണെന്ന് ഉത്തര കൊറിയൻ പ്രസിഡന്റിൻ്റെ ആരോപണമുണ്ടാകുന്നു. അദ്ദേഹത്തെ നമ്മൾ ഏകാധിപതി എന്നൊക്കെ വിശേഷിപ്പിച്ചാലും ആ പ്രസ്താവന കുറച്ചുകൂടി സത്യവുമായി ചേർന്ന് നിൽക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന്, ബൾഗേറിയൻ തലസ്ഥാനമായ സോഫിയയിലെ വിമാനത്താവളം അത് പൂർണ്ണമായും അമേരിക്കൻ സൈന്യത്തിനായി വിട്ടുകൊടുത്തു എന്ന ചില മാധ്യമ റിപ്പോർട്ടുകളും കാണുന്നുണ്ട്. അവിടുത്തെ സിവിലിയൻ ആവശ്യങ്ങൾക്കായി ആ വിമാനത്താവളം ഉപയോഗിക്കുന്നത് നിർത്തിവെച്ചു. പൂർണ്ണമായും അമേരിക്കൻ വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുന്നതിന് വേണ്ടി അത് വിട്ടുകൊടുത്തു എന്നൊരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അതായത് ഒരു യുദ്ധസഹജമായ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ബൾഗേറിയയിൽ നിന്നോ അല്ലെങ്കിൽ ഒരുപക്ഷെ ജോർദാനിൽ നിന്നോ ആയിരിക്കും അമേരിക്ക ഇറാനെ ആക്രമിക്കുക എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെയും മാധ്യമങ്ങൾ പുറത്തുവിട്ടതാണ്. കാരണം ഈ രണ്ട് ഭാഗങ്ങളിലും ചൈനീസ് ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ആ രണ്ട് വിമാനത്താവളങ്ങളിലും തമ്പടിച്ചിട്ടുള്ളതായി. ഈ രണ്ട് സ്ഥലങ്ങളിൽ നിന്നായിരിക്കും ഒരുപക്ഷെ ഇറാനെ ആക്രമിക്കുവാനായി അമേരിക്കൻ വിമാനങ്ങൾ പറന്നുയരുക. യുദ്ധത്തിന് സാധ്യതയുണ്ടെങ്കിൽ, കാരണം ചർച്ചകളും അതിൻ്റേതായ വഴിക്ക് പുരോഗമിക്കുന്നുണ്ട്, അതിലും ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് കാണുന്നുണ്ട് എന്ന് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ഒമാൻ വിദേശകാര്യ മന്ത്രിയുടെ പ്രസ്താവന ഉണ്ടായിരുന്നു. യുദ്ധത്തിന് സാഹചര്യമുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് അമേരിക്ക യുദ്ധവിമാനങ്ങൾ പറന്നുയരുക, അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടി ഉയരുക ഒന്നുകിൽ ബൾഗേറിയയിൽ നിന്ന് അല്ലെങ്കിൽ ജോർദാനിൽ നിന്നാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. മറ്റൊന്ന്, ന്യൂയോർക്ക് ടൈംസിൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം ആയത്തുള്ള അലി ഖൊമനൈ അദ്ദേഹം ഉൾപ്പെടെ ഇറാൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന
ആര് കൊല ചെയ്യപ്പെട്ടാലും പകരം ആ സ്ഥാനത്ത് അവരോധിക്കുവാൻ വേണ്ടി ഒരു പദവിക്ക് 4-ൽ പരം ആളുകളെ കണ്ടെത്തുവാൻ നിർദ്ദേശം നൽകി. അതായത് അയത്തുള്ള അലി ഖംനഈ കൊല ചെയ്യപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന് പകരം പുനഃപ്രതിഷ്ഠിക്കാൻ 4-ൽ പരം ആളുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുവാൻ അദ്ദേഹം ആ രാജ്യത്തെ അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് നിർദ്ദേശം നൽകി. അലി രാരിജാനി അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവിനാണ് ഇതിൻ്റെ ചുമതല എന്നും റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഓരോ പദവിയിലും ഇറാൻ്റെ പ്രധാന നേതൃപദവിയിൽ ഇരിക്കുന്ന ആളുകളെ കൊല്ലുവാൻ എന്തായാലും ടാർഗറ്റഡ് ആണ് അമേരിക്ക. അങ്ങനെ ലക്ഷ്യമിട്ട് നീങ്ങുന്നു. പ്രത്യേകിച്ചും ജെറാൾഡ് ആൾഫോർഡ് പോലുള്ള കപ്പലുകൾ ഈ ദൗത്യം ഏകദേശം വെനിസ്വേലയിൽ നിർവഹിച്ചതാണ്. അവിടുത്തെ ഭരണാധികാരിയൊക്കെ തട്ടിക്കൊണ്ടുപോയതാണ്. ആ കപ്പലുകൾ അങ്ങോട്ട് വരുന്നുണ്ട്. ഒരു പക്ഷേ അത് ലക്ഷ്യമാക്കുന്നത് തന്നെ ആയിരിക്കാം എന്ന് ആയത്തുള്ള അലി ഖമനേയ്ക്ക് അറിയാം. അതുകൊണ്ട് താൻ കൊല ചെയ്യപ്പെട്ടാലും ഒപ്പം ഇറാൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആര് കൊല ചെയ്യപ്പെട്ടാലും പകരം പുനഃപ്രതിഷ്ഠിക്കുവാൻ പറ്റുന്ന 4-ൽ പരം ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുവാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. അലി രാരിജാനിക്കാണ് അതിൻ്റെ ചുമതല എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. മറ്റൊന്ന് പാൻസീർ S-1 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ. ഇത് റഷ്യയുടേതാണ്. ഈ പ്രതിരോധ സംവിധാനം ഇപ്പോൾ ഇറാൻ്റെ കൈവശമുണ്ട് എന്ന് ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്ന ചില മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. അതായത് റഷ്യ കൂടുതൽ കാര്യക്ഷമമായിട്ട്, നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഇതിനു മുമ്പുണ്ടായിരുന്നൊരു സ്ഥിതിവിശേഷം കണക്കല്ല. റഷ്യയുടെ വ്യക്തമായ പങ്കാളിത്തം ഇറാനോടൊപ്പം കാണുന്നുണ്ട്. ചൈനയുടെ സാങ്കേതിക ഒരു പരിജ്ഞാനം അത് ഇറാൻ ഉപയോഗപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും ആ മേഖലയിൽ അമേരിക്കയുടെ നാവിക കപ്പലുകൾ ഏതൊക്കെ ഭാഗത്താണ് എന്ന് വ്യക്തമായും ഇറാന് ഇൻ്റലിജൻസ് വിവരം നൽകുന്നത് ചൈനയാണ് എന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം റഷ്യ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാന് നൽകുന്നു, പാൻസീർ S-1 മുതലായ എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇതുമായി ചേർത്ത് വയ്ക്കുമ്പോൾ എന്നത്. മറ്റൊന്നും ഇറാൻ അവരുടെ ബാലിസ്റ്റിക് മിസൈലുകൾ പ്ലാറ്റ്ഫോമുകളിൽ വിന്യസിപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. അതായത് ഏതു നിമിഷം ഒരു ആക്രമണം ഉണ്ടായാലും പ്രത്യാക്രമണം ചെയ്യുവാൻ തക്കവിധം ഇറാൻ അവരുടെ മിസൈലുകൾ പ്ലാറ്റ്ഫോമിൽ തന്നെ വിന്യസിപ്പിച്ചിരിക്കുന്നു എന്ന വാർത്തയും മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ലഭിക്കുന്നുണ്ട്. മറ്റൊന്ന് മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ പ്രസിഡന്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിൻ്റെ ഒരു പ്രസ്താവനയാണ്. അദ്ദേഹം പറയുന്നത്, ഇത്രത്തോളം ആയുധങ്ങൾ കൊണ്ട് ഇറാന് ചുറ്റും നിറച്ചിട്ടും, ഇത്രത്തോളം ഉപരോധങ്ങൾ കൊണ്ട് ഇറാനെ വരിഞ്ഞു മുറുക്കിയിട്ടും, ഇത്രത്തോളം ഭീഷണികൾ ഇറാനുമേൽ ചൊരിഞ്ഞിട്ടും ഇറാൻ ലവലേശം പോലും കീഴടങ്ങുന്നില്ല എന്നത് സ്റ്റീവ് വിറ്റ്കോഫിനെ കുറിച്ച് സംബന്ധിച്ച് അത്ഭുതകരമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു മീഡിയയ്ക്ക് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം ഇതുമായി സംബന്ധിച്ച വിവരങ്ങൾ കൈമാറുന്നുണ്ട്. നേരത്തെ നമ്മൾ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിൻ്റെ ഒരു പ്രസ്താവന ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിരുന്നു. അദ്ദേഹം പറയുന്നത് നയതന്ത്രത്തിൻ്റെ കാര്യത്തിൽ ഇറാൻ പ്രയാസകരമായ രാജ്യമാണ്. കാരണം അമേരിക്കൻ പ്രസിഡന്റിന് ഒരുപക്ഷെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെ ചർച്ചകളിലൂടെ ഒരു സന്ധിയിലെത്തിക്കുവാൻ കഴിഞ്ഞേക്കും. അദ്ദേഹത്തിന് ചൈനീസ് പ്രസിഡന്റിനോടൊപ്പം സംസാരിച്ച് ഒരു സന്ധിയിലെത്തുവാൻ കഴിഞ്ഞേക്കും. അതുപോലെ കിം ജോങ് ഉൻ വടക്കൻ കൊറിയയിലെ ഏകാധിപതി ഒരുപക്ഷെ ചർച്ചയിലൂടെ ഒരു സന്ധിയിലെത്തിക്കുവാൻ കഴിഞ്ഞേക്കും. അവരൊക്കെയും ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് കേട്ടേക്കും. പക്ഷേ ഇറാനെ സംബന്ധിച്ച് ഇറാൻ്റെ ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖമനേയോ ഇറാനോ അത്തരം സന്ധികളിലേക്ക് എത്തുന്നില്ല എന്നത് അത്ഭുതകരമാണെന്ന് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടിരുന്നു. തൽക്കാലം ഈ വീഡിയോ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ജയ് ഹിന്ദ്.